ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് പനീർ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി പനീർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്രോസൺ പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഈ ബൗളിലേക്ക് നമുക്ക് ഈ പനീർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ആയിരിക്കും ഇതിനൊക്കെ നല്ലത്. ചൂടായ എണ്ണയിലേക്ക് നമ്മളിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ആ പനീർ രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് കോരാം. ഇനി പനീർ മസാലയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. ഇത് നമുക്ക് പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മീഡിയം സ്പൈസി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു മീഡിയം തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, മല്ലിയില ആവശ്യത്തിന്. ആദ്യം തന്നെ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പനീർ മസാലയുടെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴലേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സവോളയുടെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഗരം മസാല ഒഴികെ ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കണം. അതായത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പേ തന്നെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തീ കൂടിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ തന്നെ അതങ്ങ് മൂത്ത് കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് മൂപ്പിച്ച് കൊടുക്കാവുള്ളൂ. ഞാനിത് മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ആ തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ ഇരുന്നത് തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയിലെ ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റ് പരുവത്തിൽ നിന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ദാ ഞാൻ അതെല്ലാം നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിരുന്നില്ല അരയ്ക്കുന്നതിന്. ഇനി വീണ്ടും തീ ഓണാക്കിയിട്ട് സവോള വഴറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കുകയാണ് ചെയ്യുന്നത്.
ഇതിനി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി ഇതൊരു 5 മിനിറ്റോളം ചെറു തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും വേണം നമുക്കിതിലേക്ക് പനീറും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റോളം ചെറു തീയിലൊന്ന് തിളക്കട്ടെ. ആ ഗ്രേവിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറവായി പോയി, തിളച്ച് കഴിഞ്ഞപ്പോൾ കുറവായി പോയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കുറച്ച് ഉപ്പൂടെ വേണം, കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ചെറു തീയിൽ ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ശേഷം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ആ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമ്മുടെ ഈ പനീർ മസാലയ്ക്ക്. അതുപോലെ തന്നെ പനീറൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു നമ്മുടെ പനീർ മസാല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഗ്രേവി തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും. അങ്ങനെ നമ്മുടെ അടിപൊളി പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.